ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടാളും സേവ് ദ ഡേറ്റ് ഭാരതമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, ഇപ്പോൾ ഹസ്ബൻഡാണ്, അന്ന് കല്യാണം കഴിക്കാൻ പോണ ചെക്കനാണ് കേട്ടോ. അപ്പോൾ ഇത് സേവ് ദ ഡേറ്റ് വീഡിയോ, ഞാൻ വെഡ്ഡിങ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്ത ലുക്ക് ഒന്ന് കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ടാണ് സേവ് ദ ഡേറ്റ് ഇടുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. വെഡ്ഡിങ് വീഡിയോ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേന് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പേര് കോട്ടയിലുള്ള അമ്പലം അല്ലെങ്കിൽ കോട്ട അമ്പലം അങ്ങനെ എന്തോ ഒന്നാണ്, കറക്റ്റായിട്ട് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ട്രഡീഷണൽ ഡ്രസ്സേനി, അതായത് ഒരു ധാവണി പച്ചയും വൈറ്റും കൂടി ഓഫ് വൈറ്റ് വരുന്ന ഒരു ധാവണിയും അതുപോലെ തന്നെ പച്ചയും ഒരു വൈറ്റ് കളർ ഓഫ് വൈറ്റ് മുണ്ടും ഇനി കേട്ടോ. അങ്ങനെ നമ്മൾ ആ ടെമ്പിളിൻ്റെ പരിസരത്ത് നിന്ന് കുറേ ഫോട്ടോസ് എടുത്ത്, ഞാൻ കുറച്ച് വെയിറ്റ് ഉള്ളതിനോട് തന്നെ എടുത്ത് പോക്കുമ്പോൾ എന്ത് വിധി ഇത്, ആ ഒരു പാട്ട് ചെക്കൻ്റെ മനസ്സ് വന്നണോ എനിക്ക് ഡൗട്ടില്ലായില്ല. പക്ഷേ ഞാൻ അതിനത്ര വെയിറ്റ് ഇല്ല ഇനി, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവിടെ വെച്ച് വീണ്ടും എടുത്തു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഇത് മാമൻ്റെ മോളാണ് ഈ ഓടി വന്നുകൊണ്ടിരിക്കുന്ന കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എടുത്ത് പൊക്കിയപ്പോൾ ചെറുതായിട്ട് അടിമടൊക്കെ ഒന്ന് പോയിട്ടുണ്ടേനി. പിന്നെ നമ്മൾ ആ പ്ലേറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വീണ്ടും കുറേ ഫോട്ടോസ് എടുത്തു. ഇരിക്കലും നിൽക്കലും നടക്കലുമായിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതേനി കേട്ടോ, വൈറ്റും ബ്ലൂ ഇനി നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ സ്ഥലം മാറ്റി, കോസ്റ്റ്യൂം മാറ്റുമ്പോൾ സ്ഥലം മാറ്റണമല്ലോ. ഏതോ ഒരു പുഴേൻ്റെ വക്കാണിത്, എവിടെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പോലും അറിയില്ല. അങ്ങനെ നമ്മൾ കോസ്റ്റ്യൂം മാറ്റിയിട്ടുണ്ടേനി. അപ്പോൾ ഇതാണ് ആ ഒരു കോസ്റ്റ്യൂം. ഒരു തെങ്ങ് ഇങ്ങനെ കിടക്കണേൻ്റെ അവിടെ ഇനി ഞങ്ങൾ രണ്ടാളും തെങ്ങും ചാരി നിന്നിട്ടേനി പിന്നെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാല് പൊക്കുന്നു, അപ്പം മറ്റേ കാല് താവുന്നു, മറ്റേ കാല് പൊക്കുമ്പോൾ ഈ കാല് താവുന്നു. ക്യാമറാമാൻമാരെ പോസ് കൊണ്ട് അന്ന് ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ടേനി. പക്ഷെ നല്ല രസമുണ്ടേനി ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഒന്ന് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ID കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് നല്ല ചൂടുണ്ടായിന്, പക്ഷെ തണുത്ത കാറ്റ് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കൊണ്ട് അതൊരു സുഖമുള്ള സംഭവമാണ് കേട്ടോ. ഈ കാല് പൊക്കൽ ഞങ്ങൾക്ക് എത്ര ചെയ്തിട്ടും സെറ്റ് ആവണില്ലേനി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി എൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടേനി. പിന്നെ അത് കഴിഞ്ഞ് തോണിയിൽ കിടക്കാൻ നോക്കുന്ന രംഗാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഹെൽപ്പ് ചെയ്തരാ പറഞ്ഞതാണ് എൻ്റെ കെട്ടിയൻ. പക്ഷെ ഞാൻ പറഞ്ഞു നോ, വലിഞ്ഞു കയറൽ എനിക്കൊരു പുത്തരില്ല, ഇതിലെപ്പോഴും ചാടിക്കിടന്നവളാണ് ഈ KK രാമൻ കുട്ടി എന്നുള്ള ഡയലോഗൊക്കെ പറഞ്ഞ് ഞാൻ കയറി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കിടന്നിട്ട് മീൻസ് ആ ഒരു തോണീൻ്റെ ആ ഒരു എൻഡ് പോർഷനിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയി വലിഞ്ഞു കയറി നുഴഞ്ഞു കയറി കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഓർക്കാൻ നല്ല മെമ്മറി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ വെയിലുണ്ടെങ്കിൽ കൂടി ഈ ഒരു പരിസര പ്രദേശത്ത് ചൂടില്ലേനി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ മുടി റെഡിയാക്കുന്നുണ്ടേനി. എൻ്റെ മുടി കൊളായിന്ന് എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്ന അവസര വേളകളിൽ ഞാൻ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് കൊടുത്തിട്ടിട്ട് സെറ്റ് ആക്കുന്നുണ്ടേനി കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഒരു തോണി, കുറേ പുല്ലുകൾ മുകളിൽ, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനി. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഓരോരോ പോസുകൾ ക്യാമറ ചേട്ടൻ പറയുന്നത് നല്ല കുട്ടികളായിട്ട് നമ്മളത് അപ്പോൾ ചെയ്യണ്ടേനി. അങ്ങനെ സംഭവം ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ലി വൈബായിട്ട് ഫോട്ടോസ് എടുത്തിട്ടുള്ള ഒരു ക്യാമറാമാനാണ് കേട്ടോ. ക്യാമറാമാൻ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര കൂളൊക്കെ ആക്കിയിട്ടാണ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു നല്ലൊരു സമീപനമായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ പിന്നെ അതൊക്കെ കിടന്നിട്ടാണ് എടുത്ത് ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നത്. കിടന്ന് നിന്ന് ഇരുന്ന് ഒക്കെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു കൂട്ടി ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്ഥലം മാറ്റി. ഇത് ബട്ട് റോഡ് ബീച്ചാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ല കാറ്റേനി. കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടേനി ഫസ്റ്റ്, പക്ഷെ അവിടെ നല്ല ചൂടേനി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ചാടാൻ പറഞ്ഞിട്ട് ചാടിയതാണ് നൈസായിട്ട് നിങ്ങൾ ആ കണ്ടത്. ചെറിയൊരു ക്ലിപ്പേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇത് നമ്മളെ സിബിൻ ചേട്ടൻ ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മളെ ട്രഡീഷണലിൻ്റെ ഒരു എന്താ പറയുക വീഡിയോൻ്റെ ഒരു കുഞ്ഞ് ക്ലിപ്പിങ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഞങ്ങൾ രണ്ടാളും നോക്കി കണ്ണും അത് സംഭവമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ മതി താത്തിക്കോ ഇനി താഴത്തേക്ക് നോക്കിക്കേ, ഒന്ന് ചെറുതായിട്ട് എൻ്റെ വടിയിലൊന്ന് കിടന്നേ, അതാണ് ആ സംഭവം കണ്ടുകൊണ്ടിരിക്കണത്. അപ്പോൾ ഈ എടുത്തതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്സ് പോലുള്ളൊരു സംഭവമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. ഇതിനിവിടെ പാട്ട് വെച്ചാൽ എനിക്ക് പണി കിട്ടും, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഇവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കും. പിന്നെ നമ്മൾ ഈ ജനതാ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഒരു സെറ്റപ്പ് തോന്നുന്ന ഈ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടേനി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനി കേട്ടോ. നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കണതും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണതുമായിട്ട് ഇതാണ് അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.